നല്ല നെയ്മീൻ ചൂര, കേരച്ചൂര അഥവാ സാദാ ചൂര തന്നെ കിട്ടിയാലും ഇങ്ങനെയൊന്ന് വറുത്തരച്ച കറി വെച്ച് നോക്കുക കേട്ടോ. ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന കറിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഏകദേശം ഒരു 3/4 കിലോ നെയ്മീൻ ചൂര എടുത്തിട്ടുണ്ട്. ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 3 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. അല്പം വെള്ളത്തിൽ നന്നായിട്ട് ഞെരടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ചേർത്ത് 1 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് വറുക്കുകയാണ്. ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ. ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഒരു 7-8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 7-8 വെളുത്തുള്ളി, അല്പം കറിവേപ്പിലയും കൂടി. എന്നിട്ട് വീണ്ടും ഡീപ്പ് ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വറുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും വറുക്കുകയാണ്. ഒരു 1-2 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ആക്കി നമുക്ക് അല്പം വെള്ളം ചേർത്ത് ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം അല്പം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം അല്പം ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ അരച്ചു വച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുത്ത് പുളിവെള്ളം അരിച്ചെടുത്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് കറി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് നീളത്തിന് കീറി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 15 മിനിറ്റ്സ് മതിയാകും നമ്മുടെ കറി റെഡിയാവാനായിട്ട്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച നെയ്മീൻ ചൂരക്കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ബൈ.